പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് രാവിലെ മുതൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത തൃശ്ശൂരിലെ ഇരട്ട വോട്ടാരോപണങ്ങൾ തന്നെയാണ്. രാജ്യതലസ്ഥാനത്തെ വോട്ട് ചോരിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കപ്പുറം കേരളത്തിൽ ഒരുപക്ഷെ നിറഞ്ഞുന്ന വാർത്ത തൃശ്ശൂരിലെ ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം തന്നെയാണ്. ആരോപണത്തിലെ കോൺഗ്രസ് പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ പരാതിയിൽ തൃശ്ശൂർ ACPക്കാണ് അന്വേഷണ ചുമതല. വ്യാജരേഖ ചമച്ചുവെന്നും വ്യാജ സത്യവാങ്മൂലം നൽകി എന്നുമാണ് TN പ്രതാപന്റെ പരാതി. 6 മാസം ഇവിടെ താമസിച്ചിട്ടില്ല. 6 മാസത്തിന് ശേഷമാണെന്നാണ് വോട്ടർ പട്ടിക പേര് ചേർത്തത്. ഫൈനൽ വോട്ടർ പട്ടിക വന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് വോട്ടറായി വരുന്നത്. അതേ ഉൾപ്പെടെ 14 പേര് കുടുംബാംഗങ്ങളുടെ പേര്, 11 കുടുംബാംഗങ്ങളുടെ പേര്. അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലമായിരുന്നു. വോട്ടർ തുടർച്ചയായി 6 മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം, വോട്ട് റദ്ദാക്കണം. സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് CPIM-ഉം കോൺഗ്രസും രംഗത്തെത്തി. അതേസമയം രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകളുടെ ആരോപണത്തിൽ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. തുടർ പ്രക്ഷോഭം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് വൈകിട്ട് യോഗം ചേരുന്നുമുണ്ട്. ഡൽഹിയിലെ വിവരങ്ങളുമായി വിനീത ബിജുണ്ട്. തൃശ്ശൂരിൽ സൂരജ് സജി, കൊച്ചിയിൽ നിന്ന് റാഫി കരീം എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സൂരജിലേക്ക് പോകുന്നു. സൂരജ്, ഇന്നിപ്പോൾ രാവിലെ മുതൽ വാർത്തയിൽ നിറഞ്ഞത് രാജ്യതലസ്ഥാനത്തെ വാർത്തകളെക്കാൾ തൃശ്ശൂരിലെ കള്ളവോട്ടിന്റെ ആരോപണങ്ങളാണ്. സൂരജ്, നോക്കൂ, ഇതിപ്പോൾ അങ്ങനെ പക്ഷേ രാഹുൽ ഗാന്ധി നടത്തിയ എക്സസൈസ് ഇതുവരെ നടത്തപ്പെട്ടിട്ടില്ല. ഒറ്റപ്പെട്ട ചില പരിശോധനകൾ മാത്രമാണ്. ഒറ്റപ്പെട്ട ചില പരിശോധനകളിൽ ഈ പോയ ദിവസങ്ങളിൽ മാത്രം ഇത്രയധികം ഇരട്ട വോട്ടിന്റെ, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ, ഏറ്റവും അടുത്ത നേതാക്കളുടെ ഒക്കെ ഇരട്ട വോട്ടിന്റെ ആ കൃത്രിമത്വങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ സൂരജ്, ഇത് വിശദമായ അന്വേഷണത്തിൽ പുറത്തു വരാനുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഇപ്പോൾ പുറത്തു വരുന്നത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. സൂരജ്. ഹാഷ്മി, തീർച്ചയായും. അതായത് ഇതിലൊരു പരിശോധന ഉണ്ടായാൽ നമ്മൾ ഈ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും ആകില്ല ഈ കണക്കുകൾ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ ഒരു ക്രമക്കേടിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആദ്യ കരടിറങ്ങിയതിന് ശേഷമാണ്. ഈ കരടിറങ്ങുന്നത് ജനുവരിയിലാണ്. പിന്നീട് 4-ാം മാസം, അതായത് മാർച്ച് ഏപ്രിലാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം പുറത്തിറങ്ങുന്നത്. ഈ കരടിറങ്ങിയതിന് ശേഷം ഏതെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. ആ മാർഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്രമക്കേടിലൂടെ കടന്നുകൂടിയവർ എത്തിയിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ജനുവരി മാസത്തിൽ ഇവരെല്ലാവരും ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നു. ഏപ്രിൽ ഇറങ്ങുന്ന അന്തിമ പട്ടികയിൽ ഇവരുടെ പേര് ഉൾപ്പെടുത്തി ഈ പട്ടിക പുറത്തിറങ്ങുകയാണ്. ആ സമയത്ത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും അവർക്ക് ചലഞ്ച് ചെയ്താലും അതിൽ നിന്ന് ഇവരെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെയാണ് തൃശ്ശൂർ ഉൾപ്പെടെ പലയിടങ്ങളിലും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. അന്ന് ഈ ഏപ്രിലിൽ ഈ അന്തിമ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ഈ പൂങ്കുന്നം ഉൾപ്പെടെയുള്ള ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അനധികൃതമായി വോട്ട് ചേർത്തു, ക്രമവിരുദ്ധമായി വോട്ട് ചേർത്തുവെന്ന് LDF-ഉം UDF-ഉം ആരോപണം ഉയർത്തിയതാണ്, വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയതാണ്. അന്നൊക്കെ ജില്ലയുടെ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ എടുത്ത സമീപനം ആരുടെയൊക്കെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ അവർ വോട്ട് ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു അന്ന് ജില്ലാ കളക്ടർ എടുത്ത തീരുമാനം. പക്ഷേ അതിന് മാസങ്ങൾക്കിപ്പുറം രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉയർത്തുന്നു. ആ ആരോപണത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തൃശ്ശൂരിലും തൃശ്ശൂരിലും വലിയ അലയൊടികൾ ഉണ്ടാകുന്നു. അതിലാണ് സുനിൽകുമാർ തുടങ്ങിവെച്ച ഒരു പ്രതികരണം. ആ പ്രതികരണത്തിൽ നിന്ന് പിന്നീടുണ്ടായ അന്വേഷണങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് തൃശ്ശൂരിലും നടന്നത് ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേടുകൾ എന്നുള്ളത് തന്നെയാണ്. ഇന്നലെയാണ് വീട്ടമ്മയായിട്ടുള്ള പ്രസന്ന നമ്മളോടൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. 9 വോട്ടുകൾ അവരുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് ചേർക്കുന്നു. അതിൽ തിരുവനന്തപുരത്തുള്ള സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ അടക്കം പേര് അതിനകത്തുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് അവരുടെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്ന തരത്തിൽ, അതായത് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ 9 പേരെയും കണ്ടെത്താൻ പറ്റാത്തതിനെ തുടർന്ന് അവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച ആളുകളാണ് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയതെന്ന് BLO തന്നെ വ്യക്തമാക്കുന്നു. തൊട്ട് പിന്നാലെ RSS നേതാവായിട്ടുള്ള വരവൂരിൽ നിന്നുള്ള ഷാജി വരവൂരും ഷാജിയുടെ ഭാര്യയും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്ന് വരുന്നു. അങ്ങനെ ആലത്തൂരിലും ഈ തൃശ്ശൂരിലും ഷാജിക്കും ഭാര്യയ്ക്കും വോട്ട് വരുന്നു. അതിൽ ഷാജി വരവൂര് ഇന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ഷാജി വരവൂര് ഇപ്പൊ നമ്മൾ തൃശ്ശൂർ വന്നൊരു ഫ്ളാറ്റിൽ താമസിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേര് വോട്ടർ പട്ടികയിലേക്ക് വരില്ല, വോട്ടർ പട്ടികയിൽ ചേർക്കണം. ഷാജി വരവൂര് പറയുകയാണ്, 2 വോട്ടുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ തൃശ്ശൂർ ഞാൻ വോട്ട് ചെയ്തില്ല. അതിന് കാരണം എന്താണ്? ഞാൻ ധാർമ്മികതയ്ക്ക് ക്ലാസ് എടുക്കുന്ന ആളായത് കാരണം അത് ധാർമ്മികമല്ല എന്നറിയാവുന്നതുകൊണ്ട് തൃശ്ശൂരിൽ വോട്ട് ചെയ്തില്ല. അപ്പോൾ അവിടെ വോട്ട് കിടക്കുമ്പോൾ ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ആ ധാർമ്മികത ബാധകമല്ല. അതേസമയം കുടുംബത്തിനടക്കം ഇരട്ട വോട്ടുണ്ട് താനും. അങ്ങനെ ഈ പറയുന്ന പുറത്തു വരുന്ന വിവരങ്ങൾ, അതിന് കൊടുക്കുന്ന വിശദീകരണങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട്. സൂരജ്.
ഹാഷ്മി, തീർച്ചയായും അതിൻ്റെ ഒരു സങ്കീർണത എന്ന് പറയുന്നത് ഒല്ലൂരിൽ ജോലി ചെയ്യുന്ന ഭാര്യയ്ക്ക് വേണ്ടി എന്തിന് തൃശ്ശൂർ നഗരത്തിൽ ഫ്ളാറ്റ് എടുത്തു എന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം വരവൂരിൽ നിന്ന് പോയി വരുന്നതിന്റെ ബുദ്ധിമുട്ടിനാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒല്ലൂരിലേക്ക് എത്തണമെങ്കിൽ പോലും ഏറെ ദൂരം ഈ ഗതാഗത കുരുക്കൊക്കെ സഞ്ചരിച്ച് വേണം ഈ ഒല്ലൂരിലെത്താൻ. അപ്പോൾ നമ്മൾ ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അതായത് എന്നാൽ പിന്നെ ഒല്ലൂരിൽ തന്നെ നിങ്ങൾക്കൊരു വീടെടുത്ത് താമസിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് തൃശ്ശൂരിൽ നിങ്ങൾ അങ്ങനെ ഒരു ഫ്ളാറ്റ് എടുത്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഈ ഫ്ളാറ്റ് ഉടമ എന്ന് പറയുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഇതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ന്യായീകരണം കൊണ്ട് തൃപ്തിപ്പെടാവുന്ന ന്യായീകരണങ്ങളല്ല എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. പക്ഷെ അദ്ദേഹം ഈ ആലത്തൂരിലേക്ക് മാറി അതേ സമയത്ത് തൃശ്ശൂരിൽ വോട്ടുണ്ട് താനും. അങ്ങനെയാണെങ്കിൽ ഈ തൃശ്ശൂരിൽ വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ആൾ എന്തിന് പിന്നെ ആലത്തൂർ വോട്ട് ചെയ്തു? അങ്ങനെ ഈ ഇരട്ട വോട്ടിന്റെ ഒരു സങ്കീർണതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിനിടയിലാണ് കാശ്മീർ ഇന്ന് ഉച്ചയോടുകൂടി മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നത്. സുരേഷ് ഗോപിയുടെ സഹോദരന് കൊല്ലത്തും തൃശ്ശൂരിലും വോട്ടുണ്ടായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. അങ്ങനെ സുരേഷ് ഗോപിയുടെ സഹോദരന് പോലും ഇരട്ട വോട്ടുണ്ടാകുന്നു. അങ്ങനെ നിരവധി വോട്ടുകൾ, അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ചേർന്ന് നിൽക്കുന്നവരുടെ പോലും വോട്ടുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് അവർക്കടക്കം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്ന് കോൺഗ്രസും LDFും അടിവരയിട്ട് പറയുന്നുണ്ട്. നാളെയും മറ്റന്നാളും എല്ലാമായി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനായിട്ട് ഇവർ ഒരുങ്ങുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് 11 പേരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിരുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടേതാണ്. അവർ ഇവിടെ താമസിച്ചിരുന്ന വീട്, ആ വീടിന്റെ വാടക കരാർ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തത്. പക്ഷെ അവരാരും ഇവിടെ സ്ഥിരതാമസക്കാരായിരുന്നില്ല. അതിൽ ഒരു ധാർമ്മികത ഉണ്ട് എന്നുള്ളതായിരുന്നു അന്ന് ആദ്യഘട്ടത്തിൽ DCC പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നീടുള്ള ആരോപണങ്ങളിലേക്കും അല്ലെങ്കിൽ തെളിവുകളും പുറത്തു വരുന്ന സമയത്ത് ഈ ധാർമ്മികതയ്ക്ക് ഉതകാത്ത തരത്തിൽ, ധാർമ്മികത മാറ്റി നിർത്തിയാൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അരങ്ങേറുന്നത്. അതായത് ഒരു വീട്ടമ്മ പോലും അറിയാതെ അവരുടെ മേൽവിലാസത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമവിരുദ്ധമായി ആളുകൾ കടന്നുകൂടുന്നു. എങ്ങനെയാണ് ഇവർക്കൊരു വാടക ചീട്ട് സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ വോട്ട് മാറ്റാൻ കഴിയുന്നെന്നുള്ളതാണ് ഈ ചോദ്യമായി ഇവിടെ ഉയരുന്നത്. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പൊതുപ്രവർത്തകർ പരാതി നൽകുന്നു, ഈ വീട്ടമ്മ അടക്കമുള്ളവർ പരാതി നൽകുന്നു. അതൊരു ഫ്ളാറ്റിൽ നിന്നല്ല, പല ഫ്ളാറ്റുകളിൽ നിന്ന് പലരായി പരാതി നൽകുന്നു. ആ പരാതിയെല്ലാം തീർപ്പ് കൽപ്പിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിടത്താണ് ഈ കൃത്രിമ രേഖകൾ ചമച്ചുവെന്ന് ഇവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യുകയായിരുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ പോലും ചോദ്യമുനയിൽ നിർത്തുന്ന തരത്തിലേക്ക് അതിന്റെ ക്രെഡിബിലിറ്റിയിൽ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. കാരണം KP രാജേന്ദ്രന് പരാതി കൊടുത്തു, ഒന്നല്ല പരാതികൾ കൊടുത്തു. ആ പരാതി കൊടുത്തതിന് തെളിവുകൾ അവരുടെ പക്കലുണ്ട്. UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരന് പരാതി കൊടുത്തു, അതിനുള്ള തെളിവുകൾ അവരുടെ പക്കലുണ്ട്. അതിലൊന്നും പരിഹാരമായില്ലെന്ന് മാത്രമല്ല പട്ടികയിൽ ആളുകൾ തുടർന്നു എന്ന് പറയുമ്പോൾ സംതിങ് ഈസ് ഫിഷി എന്ന് ഉറപ്പായി പറയേണ്ടി വരും.